അക്കാഡമി PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്നത് കേരളത്തിലെ നദികളെക്കുറിച്ചാണ്. കേരളത്തിൽ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. കേരളത്തിൽ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. കേരളത്തിലെ നദികളുടെ എണ്ണം 44. കേരളത്തിലെ നദികളുടെ എണ്ണം 44. എന്നാൽ കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. അപ്പോൾ കേരളത്തിലെ നദികളുടെ എണ്ണം 44-ഉം കേരളത്തിലെ കായലുകളുടെ എണ്ണം 34-ഉമാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3 ആണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. കബനി, ഭവാനി, പാമ്പാർ. അപ്പോൾ കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41 ആണ്. അപ്പോൾ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3-ഉം പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41-ഉമാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. എന്നാൽ കേരളത്തിൽ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാർ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി നെയ്യാറും കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴയുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ്. 100 കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം 11 ആണ്. 100 കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം 11 ആണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. കേരളത്തിലെ മഞ്ഞ നദിയാണ് കുറ്റ്യാടിപ്പുഴ. കേരളത്തിലെ മഞ്ഞ നദിയാണ് കുറ്റ്യാടിപ്പുഴ. കേരളത്തിലെ മഞ്ഞ നദിയാണ് കുറ്റ്യാടിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. അപ്പോൾ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് അയിരൂർ പുഴ. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് അയിരൂർ പുഴ. കോടങ്ങാരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശമാണ് അട്ടപ്പാടി. കോടങ്ങാരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശമാണ് അട്ടപ്പാടി. അപ്പോൾ കോടങ്ങാരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശമാണ് അട്ടപ്പാടി. 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റിവരണ്ടു പോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? കോടങ്ങാരപ്പള്ളം. അപ്പോൾ 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റിവരണ്ടു പോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് ഒഴുക്ക് വീണ്ടെടുത്ത് ഒഴുകുന്നത്? ഏതാണ്? കോടങ്ങാരപ്പള്ളം. അപ്പോൾ ഈ കോടങ്ങാരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? അട്ടപ്പാടിയാണ്. കോടങ്ങാരപ്പള്ളം പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്നാണ്. കോടങ്ങാരപ്പള്ളം പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയാണ്. കോടങ്ങാരപ്പള്ളം പുഴ ഒഴുകി എത്തിച്ചേരുന്നത് ഭവാനി നദിയിലാണ്. കോടങ്ങാരപ്പള്ളം പുഴ ഒഴുകി എത്തിച്ചേരുന്നത് ഭവാനി നദിയിലാണ്. പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. പെരിയാറിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുവാൻ പോകുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ്
പെരിയാർ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദിയാണ് പെരിയാർ. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദിയാണ് പെരിയാർ. കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. ആലുവപ്പുഴ, കാലടിപ്പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. ആലുവപ്പുഴ, കാലടിപ്പുഴ എന്ന് അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ് മുതിരമ്പുഴ, നല്ലതണ്ണി, കുണ്ടള. മൂന്നാറിൽ സംഗമിക്കുന്ന പെരിയാറിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? മുതിരമ്പുഴ, നല്ലതണ്ണി, കുണ്ടള. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളമാണ്. അപ്പോൾ പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം. ആദിശങ്കര കീർത്തി സ്തംഭം മണ്ഡപം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് പെരിയാർ. ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് പെരിയാർ. ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് പെരിയാർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് പെരിയാർ. പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ. പെരിയാർ നദിയിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാർ നദിയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാർ നദിയിലാണ്. പെരിയാറിൻ്റെ പതനസ്ഥാനം എന്ന് പറയുന്നത് വേമ്പനാട് കായലിലാണ്. പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട് കായലാണ്. അപ്പോൾ പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട് കായലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് പെരിയാർ. മാർത്താണ്ഡപ്പുഴ, മംഗലപ്പുഴ എന്ന് രണ്ടായി പെരിയാർ വേർപിരിയുന്ന സ്ഥലമാണ് ആലുവ. അപ്പോൾ പെരിയാർ മാർത്താണ്ഡപ്പുഴയെന്നും മംഗലപ്പുഴയെന്നും രണ്ടായിട്ട് വേർപിരിയുന്ന സ്ഥലമാണ് ആലുവ. പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായ വർഷമാണ് AD 1341. അപ്പോൾ പെരിയാർ വെള്ളപ്പൊക്കം എന്നാണ് 1341. AD 1341 പെരിയാർ വെള്ളപ്പൊക്കം ഉണ്ടായത്. പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം. പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം. പെരിയാറിൽ 1924 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് 99 വെള്ളപ്പൊക്കം എന്നാണ്. അപ്പോൾ പെരിയാറിൽ 1924 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേരെന്താണ്? 99 വെള്ളപ്പൊക്കം എന്നാണ്.